നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 16, 2025 ഞായർ. അങ്ങനെ നമ്മൾ ഈ മാസത്തെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. വരാൻ പോകുന്ന ആഴ്ചയിലും ഒത്തിരിയേറെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയും. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതിനു മുൻപേ വേഗത്തിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് വേഗത്തിൽ ഓടിച്ചു നോക്കിയിട്ട് വരാം. അവസാനത്തെ 4 ആഴ്ചകളിലായിട്ട് നിഫ്റ്റി 25,500-നും 26,000 എന്നീ ലെവലുകൾക്കിടയിൽ നിന്നുകൊണ്ട് കൺസോളിഡേഷനോട് കൂടിയിട്ടുള്ള വ്യാപാരമായിരുന്നു കാഴ്ചവെക്കുകയുണ്ടായത്. ഈ മാസത്തെ ആദ്യ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിന് വീക്കിലി ബേസിസിൽ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിനെ കൈവരിക്കുവാൻ ശക്തമായ നേട്ടത്തെ തുടർന്ന് വീക്കിലി ബേസിസിൽ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചതിനെ തുടർന്ന് നിഫ്റ്റിക്ക് 418 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 1.64% നേട്ടവും ബാങ്ക് നിഫ്റ്റിക്ക് ഫ്രഷ് റെക്കോർഡ് ഹൈ കഴിഞ്ഞ ആഴ്ചയിലും വീണ്ടും ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചതിനെ തുടർന്ന് 641 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 1.11% നേട്ടവും കൈവരിക്കുവാനായപ്പോൾ സെൻസെക്സിന് 84 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 0.1% നേട്ടവും കൈവരിക്കുവാനുമായി. മാത്രവുമല്ല 5 ആഴ്ചകൾ കൊണ്ട് 25%-ലേറെ ഉയർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് കഴിഞ്ഞ ആഴ്ചയിൽ കൂൾ ഓഫ് ആകുകയുണ്ടായി. അതിനെ തുടർന്ന് വീക്കിലി ബേസിസിൽ 4.94% ഇടിവ് നേരിട്ടുകൊണ്ട് 11.94 എന്ന ലെവലിലാണ് ഇന്ത്യ വിക്സും നിലകൊള്ളുന്നത്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിന് കാര്യമായ നഷ്ടങ്ങളൊന്നും സംഭവിക്കുകയുണ്ടായില്ല. ഗിഫ്റ്റ് നിഫ്റ്റി നേരിയ നേട്ടം കൈവരിച്ചതിനെ തുടർന്ന് 26,000 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതും. ഈ വരാൻ പോകുന്ന ആഴ്ചയിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെ എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 26,000 എന്ന കീ ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 26,100, നിലവിലെ റെക്കോർഡ് ഹൈ ആയ 26,277 എന്നീ ലെവലുകളിൽ റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. അതേസമയം ഈ രണ്ട് ലെവലുകളും നിഫ്റ്റിക്ക് വീണ്ടും അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലുകൾക്ക് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ 26,500 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണവും തള്ളിക്കളയാനാവുകയില്ല. അതേസമയം ഡൗൺ സൈഡിലേക്ക് 25,650 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-ഡേ EMA നിലകൊള്ളുന്നത്. തുടർന്ന് 25,500 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കൽ സപ്പോർട്ട് ആണെങ്കിലും ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,400 എന്ന ലെവൽ ക്രൂഷ്യൽ സപ്പോർട്ട് സോൺ കൂടിയാണ്. അതുകൊണ്ട് തന്നെ 25,400 എന്ന ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം വരുന്ന ആഴ്ചയിൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ചയോടുകൂടി ഏകദേശം 80-85% അവയുടെ ക്വാർട്ടർ 2 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിച്ച് കഴിയുകയുണ്ടായി. മാത്രമല്ല പ്രധാനപ്പെട്ട സെക്ടേഴ്സായ ബാങ്കിംഗ്, IT, FMCG, ഫൈനാൻസ് തുടങ്ങിയ മേഖലകളിൽപ്പെട്ട പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ അവയുടെ ക്വാർട്ടർ 2 ഏർണിംഗ്സ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നിക്ഷേപകർ വീണ്ടും പുതിയ ക്വാളിറ്റി സ്റ്റോക്സുകളിലേക്കുള്ള വേട്ടകൾ ആരംഭിക്കാൻ വേണ്ടി ഇരിക്കുന്നതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ക്വാളിറ്റി സ്റ്റോക്സുകളിലും സെക്ടറുകളിലും ഉടലെടുക്കാൻ പോകുന്ന ട്രെൻഡുകളും നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്വാർട്ടർ 2 ഏർണിംഗ്സിന്റെ ഫലമായിട്ട് റാലി നേരിട്ട പല സ്റ്റോക്കുകളിലും സെക്ടേഴ്സിലും പ്രോഫിറ്റ് ബുക്കിംഗ് ഈ വരുന്ന ആഴ്ചയിൽ ദൃശ്യമായേക്കാം. അതേസമയം പുതിയ ക്വാളിറ്റി സ്റ്റോക്സുകളിലും സെക്ടേഴ്സിലും പുതിയ ബൈയിങ് ഇൻട്രസ്റ്റും ദൃശ്യമായേക്കാം. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നവംബർ മാസം ആകെ ഒരു ട്രേഡിംഗ് സെക്ഷനൊഴികെ, അതായത് നവംബർ 7 ബാക്കി എല്ലാ ട്രേഡിംഗ് സെക്ഷനിലും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സുമായിരുന്നു. തൽഫലമായി നിലവിൽ അവരുടെ നെറ്റ് സെല്ലിംഗ് 13,652.66 കോടി രൂപ എന്ന ലെവലിലാണ് ഈ മാസം എത്തി നിൽക്കുന്നതും. അതുകൂടാതെ വെള്ളിയാഴ്ചത്തെ സെല്ലിംഗ് ഉൾപ്പെടെ 2025 വർഷത്തിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും 2.08 ലക്ഷം കോടി രൂപയ്ക്കാണ് വിറ്റൊഴിയുകയും ഉണ്ടായത്. അതേസമയം ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിൽ 62,125 കോടി രൂപയ്ക്ക് അവർ ബൈയിങ്ങും നടത്തുകയുണ്ടായി. സോ അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ് നമ്മൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വർഷത്തിലേറെ കാലമായി വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വിറ്റൊഴിഞ്ഞുകൊണ്ട് മറ്റുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റുകളായ US, ചൈന, തായ്വാൻ, സൗത്ത് കൊറിയ തുടങ്ങിയ മാർക്കറ്റിലേക്കാണ് കൂടുതലും ബൈയിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല എസ്പെഷ്യലി AI മേഖലയിലേക്ക്
ആഴ്ചയിലേക്കാണ് കൂടുതൽ നിക്ഷേപം നടത്തുന്നതും. അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകളും എക്സ്പേർട്ടുകളൊക്കെ അഭിപ്രായപ്പെടുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഒരിക്കലും ഇനി ദീർഘകാലം ഈ AI സ്റ്റോക്കുകളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. കാരണം ലോകത്താകമാനം AI സ്റ്റോക്കുകളുടെ വാല്യുവേഷൻസ് ഒക്കെ ഹയർ ലെവൽസിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ബബിൾസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആരംഭിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറും. കാരണം അവർ വീണ്ടും തിരിച്ച് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ബയേഴ്സ് ആയിട്ട് വരാനുള്ള സാധ്യതകളും ഏറെയാണ്. അവർ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്ന് ശക്തമായ ബൈയിങ് തുടങ്ങിയെങ്കിൽ മാത്രമേ ഇൻഡെക്സിനോടൊപ്പം സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് തുടങ്ങി എല്ലാ സ്റ്റോക്കുകൾക്കും വീണ്ടും ഉയർച്ചയിലേക്ക് വരുവാനായിട്ടുള്ള സാധ്യതകളുള്ളൂ. ഈ ആഴ്ചയിൽ ഇന്ത്യയിൽ നിന്നും ഒത്തിരിയേറെ മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഉണ്ട്. നാളെ 17-ാം തീയതി തിങ്കളാഴ്ച അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ബാലൻസ് ഓഫ് ട്രേഡ്, തുടർന്ന് വെള്ളിയാഴ്ച 21-ാം തീയതി HSBC കോമ്പോസിറ്റ് PMI ഡാറ്റകളുടെ റിലീസ് ഉള്ളതിനാൽ തന്നെ ഈ പറഞ്ഞ മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിസൾട്ടും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായി തന്നെ ബാധിക്കുമെന്നുള്ളതിനാൽ തന്നെ ഈ ഡാറ്റകളൊക്കെ നമ്മൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനു പുറമെ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ലൈനപ്പ് ചെയ്തിട്ടുള്ള ഒരാഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നതും. US-ൽ നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റ, ബിൽഡിംഗ് പെർമിറ്റ്സ് ഡാറ്റ, ഹൗസിംഗ് സ്റ്റാർട്ട്സ് ഡാറ്റ, കൂടാതെ FOMC മിനിറ്റ്സിന്റെ റിലീസ് തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഇവന്റുകൾ നിറഞ്ഞ ഒരാഴ്ചയിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ വേണ്ടിയിരിക്കുന്നത്. ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ മെൻഷൻ ചെയ്യാം. ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ ദിവസം US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യക്കെതിരെ ചുമത്തിയിരിക്കുന്ന അധിക താരിഫിൽ നിന്നും ഇന്ത്യയെ നീക്കാമെന്നുള്ള സൂചനകൾ വരികയുണ്ടായി. US-ൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷം തന്നെ ഡിസംബർ അവസാനത്തിന് മുൻപേ തന്നെ ഇന്ത്യ US ട്രേഡ് ഡീൽ നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അവർ വെച്ചു പുലർത്തുന്നതും. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഇതിനുള്ള വിശദീകരണങ്ങൾ വന്നില്ലെങ്കിൽ കൂടിയിട്ടും അനലിസ്റ്റുകളും എക്സ്പേർട്ടുകളും ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ട്രേഡ് ഡീലിനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നുമില്ല. അതെപ്പോൾ വേണമെങ്കിലും സർപ്രൈസ് ആയിട്ട് തന്നെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഇന്ത്യ US ട്രേഡ് ഡീലിനെ കുറിച്ചുള്ള ഡെവലപ്മെന്റുകളും നമ്മൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാം പുറമെ അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ പ്രകടനവും ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയും വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളൊക്കെ നമ്മുടെ മാർക്കറ്റിനെ സാരമായി തന്നെ ബാധിക്കും. ഈ പറഞ്ഞ ഘടകങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. കൊട്ടക് മഹീന്ദ്ര ബാങ്ക് സ്റ്റോക്ക് സ്പ്ലിറ്റ് നിർദ്ദേശം പരിഗണിക്കുന്നതിനായിട്ട് ബാങ്ക് അതിന്റെ ബോർഡ് മീറ്റിംഗ് അടുത്തയാഴ്ച നവംബർ 21-ന് യോഗം ചേരുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് Q2 ഏർണിംഗ്സിൽ നെറ്റ് പ്രോഫിറ്റിൽ 2 മടങ്ങിലേറെ വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 76,170 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിൽ 14% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. സൺ TV നെറ്റ്വർക്ക് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 398 കോടി രൂപ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ഇത്തവണ 330 കോടി രൂപയായി ചുരുങ്ങുകയുണ്ടായി. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ അതേസമയം 29.86% വർധനവും രേഖപ്പെടുത്തി. ഹിന്ദുസ്ഥാൻ സിങ്ക് ആന്ധ്രാപ്രദേശിൽ ടങ്സൺ ബ്ലോക്ക് ഖനനം ചെയ്യുവാനും പരിവേഷണം നടത്തുന്നതിനും ലൈസൻസ് കമ്പനിക്ക് ലഭിച്ചു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. NMDC ഇരുമ്പയിരിന്റെ വില ടണ്ണിന് 50 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് 5,600 രൂപയാക്കി ഉയർത്തി. മാരുതി സുസുക്കി ഇന്ത്യ 2024 ഡിസംബർ 9 മുതൽ 2025 ഏപ്രിൽ 29 വരെ നിർമ്മിച്ച 39,506 യൂണിറ്റ് ഗ്രാൻഡ് വിറ്റാര വാഹനങ്ങൾ തിരിച്ചു വിളിക്കുവാൻ വേണ്ടി മാരുതി സുസുക്കി ഇന്ത്യ തീരുമാനമെടുക്കുകയുണ്ടായി. ഈ വാഹനങ്ങളിൽ ചിലതിന്റെ സ്പീഡോമീറ്റർ അസംബ്ലിയിലെ ഇന്ധനനില സൂചകവും മുന്നറിയിപ്പ് ലൈറ്റും ഉദ്ദേശിച്ചതുപോലത്തെ ഇന്ധനനില കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നില്ലെന്ന് സംശയം തോന്നിയതിനാലാണ് വാഹനങ്ങൾ തിരിച്ചു വിളിക്കുന്നത്. കർണാടക ബാങ്ക് രാഘവേന്ദ്ര ഭട്ടിനെ ബാങ്കിന്റെ MD-യും CEO-യുമായിട്ട് നിയമിക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.